ആലപ്പുഴ മുഹമ്മയിൽ ജ്വല്ലറി ഉടമ രാധാകൃഷ്ണൻ മരിച്ചത് വിഷം ഉള്ളിൽ ചെന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ പരിക്കേറ്റതിന്റെ പാടുകൾ ഉണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ശരീരത്തിന്റെ പിൻഭാഗത്തും 2 തോളുകളിലും ക്ഷതമേറ്റ പാടുകളുമുണ്ട്. പരിക്കുകൾ മരണത്തിന് 24 മണിക്കൂറിനുള്ളിൽ സംഭവിച്ചതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു. നിഷ, ഇതിൽ വലിയ ദുരൂഹതയാണ് സംശയിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം? നീലിമ, കഴിഞ്ഞ 7-ാം തീയതിയാണ് മണ്ണഞ്ചേരി സ്വദേശിയായ രാധാകൃഷ്ണൻ മരിക്കുന്നത്. ഇയാൾക്ക് മുഹമ്മയിൽ ജുവലറി ഉണ്ട്. കടുത്തുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്ത ശെൽവരാജ് എന്ന മോഷ്ടാവിന്റെ മോഷണ മുതൽ രാധാകൃഷ്ണൻ വാങ്ങി. രാധാകൃഷ്ണന്റെ ജ്വല്ലറിയിലായിരുന്നു ഈ മോഷ്ടാവ് മോഷണ മുതൽ വിറ്റത്. മോഷ്ടാവുമായി രാധാകൃഷ്ണന്റെ മുഹമ്മയിലെ ജ്വല്ലറിയിൽ എത്തിച്ച് തെളിവെടുക്കുന്ന സമയത്ത് ജ്വല്ലറിയിലുണ്ടായിരുന്ന വിഷദ്രാവകം രാധാകൃഷ്ണൻ കുടിക്കുകയായിരുന്നു എന്നാണ് പോലീസ് അന്ന് പറഞ്ഞത്. പക്ഷേ പിന്നീട് രാധാകൃഷ്ണന്റെ കുടുംബം വലിയ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. പിതാവ് മരിച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് അയാളുടെ മകൻ ആയിരുന്നു രംഗത്ത് വന്നത്. രാധാകൃഷ്ണന്റെ മരണം പോലീസിന്റെ പീഡനത്തെ തുടർന്ന് ആണ് എന്നായിരുന്നു രാധാകൃഷ്ണന്റെ മകൻ രതീഷിന്റെ ആരോപണം. ജ്വല്ലറിയിൽ എത്തിച്ചപ്പോഴും പോലീസ് തന്റെ അച്ഛനെ മർദ്ദിച്ച് അവശനാക്കിയെന്നും മകൻ പറയുന്നുണ്ട്. ഈ അന്വേഷണം ആവശ്യപ്പെട്ട് DGPക്ക് അടക്കം മകൻ രതീഷ് പരാതി നൽകിയിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ രാധാകൃഷ്ണന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. വിഷം ഉള്ളിൽ ചെന്നെന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്, പോലീസ് പറഞ്ഞ പ്രകാരം. പക്ഷേ ശരീരത്തിൽ പരിക്കേറ്റതിന്റെ പാടുകൾ ഉണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ, അതായത് പിൻഭാഗത്തും 2 ഷോൾഡറുകളിലും ക്ഷതമേറ്റ പാടുകളുണ്ട്. പരിക്കുകൾ രാധാകൃഷ്ണൻ മരണപ്പെടുന്നതിന് 24 മണിക്കൂറിനുള്ളിൽ സംഭവിച്ചതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ഇരുഭാഗത്തെയും 3-4 വാരിയലുകൾ ഒടിഞ്ഞിട്ടുണ്ട്. വാരിയലുകളുടെ പരിക്ക് CPR നൽകിയപ്പോൾ സംഭവിച്ചതാകാമെന്നും ഇതിൽ വിലയിരുത്തലുണ്ട്. എന്തായാലും പോലീസ് പറയുന്നത് രാധാകൃഷ്ണൻ വിഷദ്രാവകം കുടിച്ചു മരിച്ചു എന്നാണ്. മോഷ്ടാവുമായി ജ്വല്ലറിയിൽ തെളിവെടുപ്പിനെത്തിയപ്പോൾ ജ്വല്ലറി ഉടമ മോഷണം മുതൽ വാങ്ങിയ രാധാകൃഷ്ണൻ വിഷം കുടിച്ചു മരിച്ചു എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ രാധാകൃഷ്ണന്റെ ശരീരത്തിൽ കുടുംബം ആരോപിക്കുന്നത് പോലെ ക്ഷതമേറ്റ പാടുകൾ, ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് കണ്ടെത്തണമെന്ന് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി DGPക്കും മുഖ്യമന്ത്രിക്കും രാധാകൃഷ്ണന്റെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. നീലിമ. ശരി, നിഷയാണ് വിവരങ്ങൾ നൽകിയത്.